നമസ്കാരം. കോൺഗ്രസ് വനിതാ നേതാവ് എം എ ഷഹനാസിനെതിരെ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഷഹനാസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് MLA പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഷഹനാസിനെതിരെ കേസ് എടുക്കണമെന്നും ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷിക്കണമെന്നുമാണ് ഈ പരാതിയിലെ പ്രധാന ആവശ്യം. ഷഹനാസിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നുമാണ് മാങ്കൂട്ടത്തിലെ അഭിഭാഷകനായ ശേഖർജി തമ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം എം എ ഷഹനാസ് ആഞ്ഞടിക്കുകയായിരുന്നു. രാഹുലുമായി സൗഹൃദമില്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ല എന്നും എം എ ഷഹനാസ് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരു കോഴിയാണെന്ന് പണ്ടേ അറിയാം. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴുവാനുള്ള ഒന്നും തനിക്കില്ല. രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണെന്നുമാണ് എം എ ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തുടർന്നാണ് രാഹുൽ പരാതി നൽകിയത്. എന്നാൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കോൺഗ്രസ് വനിതാ നേതാവായ എം എ ഷഹനാസ് പറയുന്നു. സ്വന്തമായി മാനം കളഞ്ഞ MLAക്ക് ഞാൻ എവിടുന്ന് മാനം എടുത്തു കൊടുക്കണമെന്ന് ഷഹനാസ് ചോദിച്ചു. തനിക്കെതിരെ രാഹുൽ പരാതി നൽകിയതിനെ നിയമപരമായി തന്നെ നേരിടും. തന്റെ വെല്ലുവിളി സ്വീകരിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് രാഹുൽ കേസ് നൽകിയതെന്നുമാണ് ഷഹനാസ് പറയുന്നത്. അടൂരിലെ വീട്ടിൽ ചെന്ന് രാഹുലിന്റെ അമ്മയ്ക്ക് മുന്നിൽ നിന്ന് ഫോൺ കാണിക്കാൻ തയ്യാറാണ്. വെല്ലുവിളി ആവർത്തിക്കുന്നുവെന്ന് ഷഹനാസ് വ്യക്തമാക്കുന്നു. ഗൂഢാലോചന അടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നും ഒരു തരിമ്പ് പോലും പേടിയില്ലെന്നും ഷഹനാസ് പറയുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ മാനം കെടുത്തിയ MLAക്ക് ഞാൻ എവിടുന്ന് മാനം എടുത്തു കൊടുക്കും? മാനമുണ്ടോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഹുലിന്റേതാണ്. അത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയായിരുന്നു. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുമാണ് ഷഹനാസ് ചൂണ്ടിക്കാട്ടുന്നത്. രാഹുലുമായി സൗഹൃദമില്ല, തമ്മിലൊരു സെൽഫി പോലും എടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരു കോഴിയാണെന്ന് പണ്ടേ അറിയാം. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല. രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ട്. പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. രാഹുലിന് ധൈര്യമുണ്ടോ എന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ? രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ഷഹനാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് രാഹുൽ അയച്ച മറുപടികൾ ഇൻബോക്സിൽ കാണാം. ഞാൻ സാരി ഉടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട ഫോട്ടോയ്ക്ക് കമന്റ് ബോക്സിൽ വന്ന മോശം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന് നല്ല മറുപടി കൊടുത്തിട്ടുമുണ്ട്. എന്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ്. പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാണ്. രാഹുൽ എന്ന കോഴി സുഹൃത്താണ് എന്ന് പറഞ്ഞത് എനിക്ക് നാണക്കേടാണ്. എനിക്ക് സുഹൃത്തല്ല. രാഹുൽ പറഞ്ഞത് കള്ളം മാത്രമെന്നാണ് ഷഹനാസ് പറയുന്നത്. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ എം എ ഷഹനാസിനെതിരെ രാഹുൽ DGPക്ക് പരാതി നൽകുകയായിരുന്നു. ഷഹനാസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണമെന്നുമാണ് ഇത്തരത്തിൽ രാഹുൽ പരാതിയിൽ പറയുന്നത്. ഷഹനാസിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ ശേഖർജി തമ്പി വ്യക്തമാക്കി. 24 ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു ജനപ്രതിനിധിയുടെ വ്യക്തിത്വത്തെ ഹനിക്കുവാൻ ശ്രമിച്ചവർക്ക് ഇനി കോടതിയുടെ വരാന്തകളിൽ മറുപടി പറയേണ്ടി വരും. ഒരു സാധാരണക്കാരന്റെ കണ്ണിലൂടെ നോക്കിയാൽ വെറുതെ വായ തുറന്ന് ആക്ഷേപിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് കരുതിയവർക്ക് ഇതൊരു ശക്തമായ താക്കീതാണ്. കള്ളം പറഞ്ഞ് കയ്യടി നേടുവാനും പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുവാനും നോക്കിയ ഷഹനാസിന്റെ പൊള്ളത്തരങ്ങൾ നിയമത്തിന് മുന്നിലിട്ട് ഉടൻ തുറന്നു കാട്ടപ്പെടും. സത്യത്തിന്റെ നട്ടലുള്ളതുകൊണ്ടാണ് രാഹുൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ ഈ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഇനിയെങ്കിലും കള്ളക്കഥകൾ മെനയുന്ന കിങ് പിന്നും കൂട്ടാളികളും ഒന്ന് ഭയപ്പെടുന്നത് നന്നായിരിക്കുമെന്നാണ് രാഹുൽ ആർമിയുടെ മുന്നറിയിപ്പായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്.